Hello, hi dear friends, welcome to yet another session of Mission Banker. Yes. അപ്പോൾ മിഷൻ ബാങ്കറിൻ്റെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. നമുക്കറിയാം നമ്മുടെ ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും അതേപോലെ ആദ്യം എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം വരെ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ആ കൂട്ടത്തിൽ എൻട്രൻസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പായി, കുറച്ച് സമയക്കുറവ്, വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സെഷൻസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രണ്ടും, അതായത് ബാങ്ക് എക്സാമിനേഷൻ്റെ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെഷൻസ് ആയാലും രണ്ടും പാരലലായി കൊണ്ടുപോകണം എന്നുള്ള ഒരു ഒരു ഐഡിയയിലാണ് നമ്മൾ രണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു വലിയ ഗ്യാപ്പായി. എന്നാലും ഇനി ഇതുപോലെ രണ്ട് ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസിലായാലും വലിയ ഗ്യാപ്പ് വരാത്ത രീതിയിൽ സെഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, എന്തായാലും ഈ ഒരു സെഷനിൽ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യം പറയുമ്പം നമ്മൾ ഫിസിക്സിലായിരുന്നു സ്റ്റാർട്ട് ചെയ്ത്. ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, യൂണിറ്റ്സ് എന്താണ്, യൂണിറ്റ്സിൻ്റെ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് നമ്മൾ എങ്ങനെയാണ് വാല്യൂസിനെ കൺവേർട്ട് ചെയ്യണത് അല്ലേ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പാരലാക്സ് മെത്തേഡും അതിൻ്റെ ആപ്ലിക്കേഷൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എറേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എറേഴ്സ് ഡിസ്കസ് ചെയ്തു. അതേപോലെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എറേഴ്സ് ആയാലും അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് ശേഷമാണ് നമുക്കൊരു വലിയ ഗ്യാപ്പ് വന്നതല്ലേ. ഇനി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് 2 ടോപ്പിക്സ് ആണ് നമുക്ക് ബാലൻസ് ഉള്ളത്. ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ്. നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലേക്ക്, ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ബാക്കിയുള്ളതിൽ നിന്ന് നമ്മുടെ നീറ്റ്, അതായത് മെഡിസിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനിൽ ബാക്കിയുള്ള പാർട്ടിയിൽ നിന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത് ഡയമെൻഷണൽ അനാലിസിസിൽ നിന്നാണ്. നമുക്ക് സിമ്പിളായി മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതായത് ഫിസിക്സിൽ തന്നെ ഏറ്റവും ഈസിയായി നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ഒരു സെക്ഷനാണ് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ്. യെസ്, അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോയാലും, അപ്പോൾ നമുക്ക് നോക്കി തുടങ്ങാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. യെസ്, അപ്പം എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ആവശ്യം എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ഓഫ് ലേണിംഗ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദ കോൺസെപ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിൻ്റെ നീഡ് എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഈ ഫിസിക്സിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പം നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസേ നമുക്കുള്ളൂ. ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണല്ലേ. അപ്പോൾ ചിലപ്പോൾ ചില ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിറൈവ് ചെയ്തതായിരിക്കും, ചില ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൽ നിന്ന് തന്നെ നമ്മൾ ഡിറൈവ് ചെയ്തതായിരിക്കും. യെസ്, അപ്പോൾ നമ്മൾ പറയുമ്പം നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ വാല്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അതിലൊരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു മെഷേർഡ് ആയ ഒരു വാല്യൂ അല്ലെ, അത്തരം മെഷേർഡ് ആയ വാല്യൂസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അതിൽ കുറേ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് അതിലൊരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പം നമ്മുടെ ഒരു ആക്യുറസിയിലോ അല്ലെങ്കിൽ പ്രിസിഷനിലൊക്കെ വലിയ ഒരു കുറവ് വരും. അതായത് നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിറൈവ് ചെയ്യണ സമയത്ത് അതിൽ ഒരുപാട് കാൽക്കുലേഷൻസ്
സിറ്റുവേഷൻസ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു ആക്യുറസിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിസിഷനിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുറവുണ്ടാവും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ആക്യുറേറ്റ് ആവാനും പ്രിസൈസ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഒരു റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇനി എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? അതായത് സിഗ്നിഫിക്കൻ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് നമുക്കറിയാം. സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്നാണ്. എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ യെസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യാനുള്ളതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഒരു സംഭവം നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമ്മൾ പറയുന്ന സമയത്ത് യെസ് ആ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് നമ്മുടെ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? നമുക്കൊരു വാല്യൂ കിട്ടിയാൽ അത് മെഷർ ചെയ്ത് കിട്ടിയ വാല്യൂ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് ആയാലും ഈ ഒരു വാല്യൂ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ വാല്യൂവിൽ എത്ര ഡിജിറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സംഭവം നമ്മൾ മെഷർ ചെയ്തപ്പോൾ 3.46789 3.46789 ഇതാണ് നമ്മുടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി 1 എന്നിരിക്കട്ടെ. വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി 2 ഉണ്ട്, 29.768 ആണ്. നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് സോ ആൻഡ് സോ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടി. സോ ആൻഡ് സോ ഒരു റിസൾട്ട് നമുക്ക് കിട്ടി. ആ റിസൾട്ടിൽ നമ്മൾ എത്ര ഡിജിറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി 1 ഉണ്ട്, ക്വാണ്ടിറ്റി 2 ഉണ്ട്. ഈ മെഷേർഡ് വാല്യൂസിൽ നമ്മൾ എത്ര ഡിജിറ്റ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ഈ വാല്യൂവിൽ എത്ര ഫിഗേഴ്സ് ആണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇതിൽ നമ്മൾ എത്ര വാല്യൂസ് അല്ലെങ്കിൽ എത്ര ഡിജിറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അണ്ടർ കൺസിഡറേഷനിൽ നമ്മൾ വെക്കേണ്ട നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഡിജിറ്റ്സ് ഏതാണ്? ഇങ്ങനത്തെ കാര്യം, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ആ ഡിജിറ്റ്സിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ള ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കണേ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഒരു വാല്യൂ നമുക്ക് കിട്ടിയാൽ, ഒരു ന്യൂമറിക് വാല്യൂ നമുക്ക് കിട്ടിയാൽ അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ചുമ്മാ നമുക്ക് റാൻഡം ആയിട്ട് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുവാണ്, ഒരു വാല്യൂ ഞാൻ എഴുതി 4800 എന്നൊരു വാല്യൂ ഞാൻ എഴുതി. ഞാൻ പറയുവാണ് ഈ ഒരു നമ്പറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് പറയുകയാണ്. ഈ നമ്പറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നാണ്. അതായത് ഈ നമ്പറിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വാല്യൂസ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 2 വാല്യൂസ് ആണെന്ന് ഞാൻ പറയുവാണെങ്കിൽ ഓക്കെ, എന്തിൻ്റെ ബേസിസിലാണ് നമുക്ക് ഒരു വാല്യൂ കിട്ടിയാൽ അതിൽ എത്ര ഡിജിറ്റ്സ് ആണ് സിഗ്നിഫിക്കൻ്റ്, അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ ഡിജിറ്റ്സ് ആണ് സിഗ്നിഫിക്കൻ്റ് എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കണേ? നമ്മുടെ ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴെ നമ്മൾ 3 ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടിയാൽ അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ഒന്നാമത്തത്. ഒരു വാല്യൂ, അത് ഏത് വാല്യൂ ആയാലും, അത് ഹോൾ നമ്പർ വാല്യൂസ് ആയാലും അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസസ് ഉള്ള വാല്യൂസ് ആയാലും, ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ ലെസ് ദാൻ 1 വാട്ട് എവർ ഇറ്റ് മേ ബി, ആ വാല്യൂ 0 to ഇൻഫിനിറ്റിയുടെ ഇൻ ബിറ്റ്വീനിൽ ഏത് വാല്യൂ ആയാലും നമ്മൾ അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് കുറച്ച് ഒരു 6-7 റൂൾസ് ഉണ്ട്. ആ റൂൾസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണേ. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, നമുക്കറിയാം നമുക്ക് സിംപ്ലി ഫിസിക്കൽ ക്വാണ്ടിറ്റി വെറുതെ മെഷർ ചെയ്ത് ഒരു വാല്യൂ കിട്ടിയാൽ, ഒരു വാല്യൂ കിട്ടി കഴിഞ്ഞു, അങ്ങനെയല്ല നമ്മുടെ കാര്യം. നമുക്ക് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ്സിൽ നിന്ന് നമുക്ക് വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ചിലപ്പോൾ ഡിറൈവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വേറൊരു ക്വാണ്ടിറ്റി നമ്മൾ ഡിറൈവ് ചെയ്യണം? അവിടെ ഒരുപാട് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടാവും അല്ലേ? ഒന്നെങ്കിൽ അഡീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഉണ്ടാവും, അതും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവാം, ചിലപ്പോൾ ഡിവിഷൻ ഉണ്ടാവും. സോ ഇങ്ങനത്തെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് വന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് വന്ന സമയത്ത് അതിൻ്റെ ആ റിസൾട്ടൻറ്റിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും അല്ലേ? അപ്പം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, 2 വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമതൊരു ക്വാണ്ടിറ്റി കിട്ടും. ആ കിട്ടുന്ന റിസൾട്ടിൽ നമ്മൾ എത്ര ഡിജിറ്റ്സ് വരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ആ കിട്ടുന്ന ആ ഒരു റിസൾട്ടൻറ്റിൽ നമ്മൾ എത്ര ഡിജിറ്റ്സ് വരെ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കാൻ പോണ കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് നമുക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ റിസൾട്ടൻ്റ് തന്നെ നമുക്ക് നോക്കാം. റിസൾട്ടൻറ്റിൽ നമ്മൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൺസിഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരെ ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ കുറേ നമ്പേഴ്സ് നമ്മൾ വേണ്ടാന്ന് വയ്ക്കും. സേ ഫോർ എക്സാമ്പിൾ 8.9678 ഇങ്ങനെ ഒരു നമ്പർ നമുക്കുണ്ട്. അപ്പം ഞാൻ പറയുവാണ്, നമുക്കിവിടെ 3 സിഗ്നിഫിക്കൻറ്റ്
സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി എന്ന് പറയുമ്പം ഞാൻ ഇത്രയും മാത്രം ഹോൾഡ് ചെയ്തിട്ട് ബാക്കി എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു വിടും. ഇങ്ങനെ ഞാൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഫിഗേഴ്സ് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കണ സമയത്ത് ഈ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ വാല്യൂവിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ആ വാല്യൂ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്താൽ മതിയോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണ കാര്യമാണ് റൗണ്ടിങ് ഓഫ് ദ ഡിജിറ്റ്സ്. അങ്ങനെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ താഴെ 3 ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് വന്നെ. ഒന്ന്, നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസിന് ശേഷം വരുന്ന റിസൾട്ടൻറ്റിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഇത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരെ നമ്മൾ റീറ്റെയിൻ ചെയ്താൽ മതി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ കുറേ ഡിജിറ്റ്സ് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. സോ അങ്ങനെ ആ ഡിജിറ്റ്സ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യണോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തണോ എന്നുള്ള കാര്യമാണ് നമ്മൾ എവിടെ നോക്കണത്, റൗണ്ടിങ് ഓഫ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൻ്റെ താഴെ നോക്കണം. യെസ്, അപ്പം നമുക്കിത് 3 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിൻ്റെ റൂൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് റൂള് നോക്കിക്കോളൂ. ഫസ്റ്റ് റൂള്, all non-zero digits in a number are significant. All non-zero digits in a number are significant. അപ്പോൾ ഒരു നമ്പറിലുള്ള എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. സേ ഫോർ എക്സാമ്പിൾ 2 4 6 8 00 9 6 000 ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്. 89.784600 ഇങ്ങനെ നമ്പർ ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഹോൾ നമ്പർ ആയാലും ഡെസിമൽ നമ്പർ ആയാലും, ഞാനിവിടെ ഈ 2 ടൈപ്പ് നമ്പർ എഴുതാൻ കാരണം ഹോൾ നമ്പർ ആയാലും ഡെസിമൽ നമ്പർ ആയാലും അവിടെ എന്താണ് വേണ്ടത്, എല്ലാ നോൺ സീറോ നമ്പേഴ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ അപ്പോൾ 2 4 6 8 9 6 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ 8 9 7 8 4 6 അപ്പോൾ നിങ്ങൾക്കൊരു ന്യൂമറിക് വാല്യൂ കിട്ടിയാൽ അതിൽ എത്ര നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ടോ ആ എല്ലാ ഡിജിറ്റ്സും എന്താണ്, ആ എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. മനസ്സിലായല്ലോ? യെസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂള്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ടഫായി ചിലർ ഫീൽ ചെയ്യാൻ കാരണം ഈ റൂൾസ് കറക്റ്റായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഒരു 7ഓളം റൂൾസ് ഉണ്ട്. ഈ 7ഓളം റൂൾസും അതേപോലെ നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ആ ഒരു കോമ്പിനേഷൻ, അതായത് റിസൾട്ടൻറ്റിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വേണം, റൗണ്ടിങ് ഓഫിൻ്റെ റൂൾസും കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് അറിയാമെങ്കിൽ ബോർഡ് എക്സാമിലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻട്രൻസ് എക്സാമിനേഷനിലായാലും നമുക്ക് ഈസി ആയിട്ട് മാർക്സ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് റൂൾ മനസ്സിലായല്ലോ. രണ്ടാമത്തെ റൂളാണ് ഓൾ ദ സീറോസ് ബിറ്റ്വീൻ 2 non-zero digits. 2 non-zero digits are significant even if they are separated by a decimal point. Separated by a decimal point. നമുക്ക് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട് 7690085000076 ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. രണ്ടാമത്തെ റൂൾ എന്താണ്? 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള സീറോസ് എന്താണ്? അതും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ 2 സീറോസും ഇവിടുത്തെ ഈ 3 സീറോസും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. 85.0 4960085 ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നമ്പറിൽ നോക്കിക്കോളൂ. 5 ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്, 4 ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്. അതിനിടയ്ക്ക് 2 സീറോസ് ഉണ്ട്. ഇവിടെ കാര്യം നമുക്കൊരു പോയിന്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ 2 സീറോസും എന്താണ്? ഈ 2 സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. അതേപോലെ പോയിന്റിന് ശേഷം വന്നത് 6 ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്, 8 ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്. അതിനിടയ്ക്കുള്ള ഈ 2 സീറോസും എന്താണ്? അതിനിടയ്ക്കുള്ള ഈ 2 സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. മനസ്സിലായല്ലോ? യെസ്, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 967.0085 ഇങ്ങനൊരു എക്സാമ്പിൾ, ഇങ്ങനൊരു വാല്യൂ ആണെന്ന് വിചാരിക്കുക. 7 ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്, 8 ഒരു നോൺ സീറോ ഡിജിറ്റ് ആണ്. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ 2 സീറോസും
സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് എത്ര സീറോസ് ഉണ്ട്, അവിടെ പോയിന്റ് ഉണ്ടായാലും പോയിന്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്കാണ് ആ സീറോസ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ റൂള് നോക്കാം. all the trailing zeros in a whole number are not significant. Yes. അപ്പോൾ ഇവിടെ ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന സീറോസ് ആണ് ട്രെയിലിംഗ് സീറോസ്. അപ്പോൾ 7, 6, 5, 4 നിങ്ങൾക്ക് ഒരു 5 സീറോസ് ഉണ്ട്, ഒരു 4 സീറോസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 4 സീറോസിനെയാണ് നമ്മൾ ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രെയിലിംഗ് സീറോസിൽ നമുക്ക് രണ്ട് കേസ് ഉണ്ട്. ഒന്ന് നമ്മുടെ നമ്പർ ഹോൾ നമ്പർ ആണെങ്കിൽ, രണ്ടാമത്തത് നമ്മുടെ നമ്പറിൽ ഡെസിമൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ. ഒന്നെന്താണ് നമ്മുടെ നമ്പർ ഹോൾ നമ്പർ ആണെങ്കിലും, രണ്ടാമത്തത് നമ്മുടെ നമ്പർ ഒരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ. അപ്പം നമ്പർ ഹോൾ നമ്പർ ആണെങ്കിൽ എന്താണ്, നമുക്ക് കിട്ടുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ അത് ഹോൾ നമ്പർ ആണെങ്കിൽ അതിലുള്ള ട്രെയിലിംഗ് സീറോസ് എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. മനസ്സിലായോ? ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 7, 5, 0, 0, 9, 6 ഒരു 5 സീറോസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള സീറോസ് എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ആ നമ്പറിന് ഏറ്റവും ലാസ്റ്റ് വരുന്ന സീറോസ് ഹോൾ നമ്പർ ആണെങ്കിൽ, ആ നമ്പറിൽ ഡെസിമൽ പ്ലേസ് ഇല്ലാതെ അത് ഹോൾ നമ്പർ ആണെങ്കിൽ ഈ സീറോസ് എന്തല്ല, ഈ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. മനസ്സിലായല്ലോ? യെസ്. ഇനി ഇൻ കേസ് നമ്മുടെ നമ്പർ ഒരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ, ഓൾ ദ ട്രെയിലിംഗ് സീറോസ് ഇൻ എ ഡെസിമൽ നമ്പർ ആർ സിഗ്നിഫിക്കൻ്റ്. അതായത് നിങ്ങൾക്കൊരു ഡെസിമൽ നമ്പർ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കാം. 540.76 ഇങ്ങനെ നിങ്ങൾക്കൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. വേറൊരു എക്സാമ്പിൾ നോക്കാം. 85.00 ഇങ്ങനെ നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു, ട്രെയിലിംഗ് സീറോസിൽ രണ്ട് കേസ് ഉണ്ട്. ഫസ്റ്റ് കേസാണ് ഹോൾ നമ്പർ. ഹോൾ നമ്പർ ആണെങ്കിൽ ട്രെയിലിംഗ് സീറോസ് എല്ലാം എന്താണ്, സിഗ്നിഫിക്കൻ്റ് അല്ല. നമ്മുടെ നമ്പർ ഡെസിമൽ നമ്പർ ആണെങ്കിൽ, ഡെസിമൽ പോയിന്റിന് ശേഷം നമുക്ക് കുറച്ച് സീറോസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ ആ സീറോസ് എല്ലാം എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഈ കേസിൽ ഈ 3 സീറോസും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ നോക്കിക്കോളൂ, ഇങ്ങനെ നിങ്ങൾക്കൊരു നമ്പർ കിട്ടി 85.00. ഇങ്ങനെ ഒരു നമ്പർ കിട്ടിയാലും പോയിന്റിന് ശേഷമാണ് രണ്ട് സീറോസ് വന്നേക്കണേ. സോ ഈ രണ്ട് സീറോസും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ പോയിന്റിന് ശേഷം ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് എത്ര സീറോസ് ഉണ്ടോ ആ സീറോസ് എല്ലാം എന്താണ്, ആ സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. 8569.0096000 ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിൽ ഈ 3 സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് വന്ന സീറോസ് ആണ്. ഇവിടെ ഡെസിമൽ പ്ലേസ് ഉള്ളത് കൊണ്ട് ഈ ട്രെയിലിംഗ് സീറോസ് എന്താണ്, ഈ ട്രെയിലിംഗ് സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ മൊത്തം നമുക്ക് 5 സീറോസ് ഉണ്ട്. ഈ 5 സീറോസും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. മനസ്സിലായല്ലോ? യെസ്. അതാണ് നമ്മുടെ 4th റൂള്. യെസ്. ഇനി 5th റൂള് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 4 റൂൾസിൽ നമ്മൾ കൺസിഡർ ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു, ഗ്രേറ്റർ ദാൻ 1 ആയിരുന്നു. ചില സമയത്ത് നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. ഇഫ്
the measured value or whatever, if the numerical value is less than 1, the 0 to the left of the decimal point and all the zeros to the right of the decimal point, but to the left of the first non-zero digit, are not significant. നമുക്ക് നോക്കാം എന്താണ് ഈ റൂള്. ഒരു വാല്യൂ 1-നേക്കാളും ചെറുതാണെങ്കിൽ, അപ്പോൾ ഒരു വാല്യൂ 1-നേക്കാളും ചെറുത് എന്ന് പറയുമ്പം ആ വാല്യൂ 0-യുടെയും 1-ൻ്റെയും ഇൻ ബിറ്റ്വീനിലുള്ള വാല്യൂ ആയിരിക്കണം. ഏത് വാല്യൂ ആയാലും 1-നേക്കാളും ചെറുതെന്ന് പറയുമ്പം ആ വാല്യൂയുടെ ഒരു പൊസിഷൻ, നമ്പർ ലൈനിൽ ആ വാല്യൂയുടെ പൊസിഷൻ എന്തായിരിക്കും? 0-യുടെയും 1-ൻ്റെ ഇടയ്ക്കായിരിക്കും. അപ്പോൾ 0-യുടെയും 1-ൻ്റെയും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂസ് 0.something ആയിരിക്കും അല്ലേ. 0-യുടെയും 1-ൻ്റെയും ഇടയ്ക്കാണ് നമുക്ക് നമ്മുടെ വാല്യൂസ് കിട്ടേണ്ടതെന്ന് പറയുമ്പം നമുക്കറിയാം ആ വാല്യൂ 0.something ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ 0.00600700. ഇങ്ങനൊരു വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്കറിയാം 0.something എന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം ദിസ് വാല്യൂ ഈസ് ഒബ്വിയസ്ലി ലെസ് ദാൻ 1. ഈ വാല്യൂ എന്താണ്? 1-നേക്കാളും കുറവാണ്. അപ്പോൾ ഒരു വാല്യൂ 1-നേക്കാളും കുറവാണെങ്കിൽ നമ്മുടെ പോയിന്റിന് ലെഫ്റ്റിലുള്ള 0, അതായത് ഈ 0, അതേപോലെ പോയിന്റിന് റൈറ്റിലുള്ള സീറോസ്, ഏത് സീറോസ് ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ആദ്യത്തെ non-zero ഡിജിറ്റിന് മുമ്പ് വരെയുള്ള സീറോസ് ആണ്. ഫസ്റ്റ് non-zero ഡിജിറ്റിന് തൊട്ട് മുമ്പ് വരെയുള്ള സീറോസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ. അതായത് ഇവിടെ നോക്കിക്കോളൂ, ഇതൊരു 0 ആണ്. ആദ്യത്തെ non-zero ഡിജിറ്റ് 6 ആണ്. അപ്പോൾ ഈ 6-ന് മുമ്പ് വരെയുള്ള ഈ 3 സീറോസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കണേ. 6-ന് ശേഷം 2 സീറോസ് ഉണ്ട്, 7-ന് ശേഷം 3 സീറോസ് ഉണ്ട്. ആ സീറോസിലൊക്കെ നമ്മൾ എന്താണ്, നേരത്തെ നമ്മൾ കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ടല്ലോ. 2 non-zero ഡിജിറ്റ്സിന്റെ ഇടയ്ക്ക് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അതേപോലെ ട്രെയിലിംഗ് സീറോസ്, ഡെസിമൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ആ സീറോസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കണേ. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് non-zero ഡിജിറ്റിന് മുമ്പ് വരുന്ന സീറോസിനെ കുറിച്ചാണ് സംസാരിക്കണം. ഈ 4 സീറോസും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഈ 4 സീറോസും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അതാണ് നമ്മുടെ റൂൾ. അതായത് ഒരു നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള 0, അതായത് ഈ 0യും പോയിന്റിന് ശേഷം പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ ആദ്യത്തെ non-zero ഡിജിറ്റിന് മുമ്പ് വരുന്ന സീറോസ് എല്ലാം എന്താണ്? അതെല്ലാം സിഗ്നിഫിക്കൻ്റ് അല്ല. മനസ്സിലായല്ലോ? അതാണ് നമ്മുടെ 5th റൂള്. ഇനി നമുക്ക് 6th റൂള് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 6th റൂള് നോക്കാം. 6th റൂള്, ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ എ മെഷേർഡ് വാല്യൂ എന്നല്ല, ഇൻ എ വാല്യൂ remains the same when represented in any unit of measurement എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു സംഭവം
നിങ്ങൾ മീറ്ററിൽ മെഷർ ചെയ്യുവാണ്. എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ മീറ്ററിൽ മെഷർ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഈ ഒരു സംഭവം മീറ്ററിൽ ഞാൻ മെഷർ ചെയ്യണ സമയത്ത് എനിക്ക് 4700 മീറ്റർ എന്നാണ് കിട്ടിയെന്നിരിക്കട്ടെ. അങ്ങനെ 4700 മീറ്റർ എന്ന് കിട്ടുമ്പം ഈ ഒരു യൂണിറ്റിൽ ഞാൻ മെഷർ ചെയ്യുമ്പം ആ പർട്ടിക്കുലർ മെഷർമെൻറ്റിൽ എനിക്ക് എന്തുണ്ട്, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ സെയിം സാധനത്തിന് ഞാൻ മില്ലിമീറ്ററിൽ മെഷർ ചെയ്താലും, ഞാൻ കിലോമീറ്ററിൽ മെഷർ ചെയ്താലും, ഞാൻ സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്താലും അവിടെ എന്താണ് ഉണ്ടാവേണ്ടത്, അവിടെ നമുക്ക് ആ സെയിം അതായത് ആ സെയിം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. മനസ്സിലായി? അതായത് ഒരു മെഷർമെൻറ്റ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ നമ്മൾ മെഷർ ചെയ്യണ സമയത്ത് നമുക്ക് n നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് കിട്ടിയെങ്കിൽ ആ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ അല്ലെങ്കിൽ ആ സെയിം സംഭവത്തിനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് ഏത് യൂണിറ്റിൽ നമ്മൾ മെഷർ ചെയ്താലും, ഏത് യൂണിറ്റിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്താലും അതിലുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് നോക്കിക്കോളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ മെഷർ ചെയ്തപ്പം എനിക്ക് 4.700 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ടാണ് ഞാൻ മെഷർ ചെയ്തത്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രിസിഷൻ 3 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രിസിഷൻ 3 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 3 ഡെസിമൽ പ്ലേസസ് ഉണ്ടാവും അല്ലേ? നമ്മൾ ഈ പ്രിസിഷൻ, ആക്യുറസി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ്, എറർ എന്താണ്, പ്രിസിഷൻ എന്താണ്, ആക്യുറസി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആ എറേഴ്സിൻ്റെ ആ ഒരു ചാപ്റ്റർ അല്ല ആ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് 2 ടൈപ്പ് പ്രിസിഷൻ ഉണ്ടെന്നും ലീസ്റ്റ് കൗണ്ട് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു സെഷൻ പോയി നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഒരു സംഭവം എന്തെങ്കിലും ഇപ്പോൾ ഒരു റൂമിൻ്റെ ലെങ്ത്ത് ഞാൻ മെഷർ ചെയ്തു, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു വഴിയുടെ ലെങ്ത്ത് ഞാൻ മെഷർ ചെയ്തപ്പം എനിക്ക് 4.700 മീറ്റർ എന്നാണ് എനിക്ക് മെഷർമെൻറ്റ് കിട്ടിയത്. ഓക്കെ, അപ്പം ഞാൻ ഈ സാധനത്തിന് എൻ്റെ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണ സമയത്ത് എനിക്കതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പം ഞാൻ അതിനെ സെൻറ്റിമീറ്ററിലേക്ക് ഞാൻ മാറ്റിയപ്പം എനിക്ക് 470.0 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ സെയിം സംഭവത്തിന് വേറൊരു കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റണമായിരുന്നു. ഞാൻ ഈ വാല്യൂവിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റിയപ്പം എനിക്ക് 4700 മില്ലിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് 3 യൂണിറ്റ്സിൽ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുത്തപ്പം എനിക്ക് 3 വാല്യൂസ് കിട്ടി. ഈ 3 വാല്യൂസിലുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യാം. നമുക്കറിയാം non-zero ഡിജിറ്റ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. 4ഉം 7ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് ട്രെയിലിംഗ് സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ആദ്യത്തെ വാല്യൂവിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. രണ്ടാമത്തത് നോക്കിക്കോളൂ. യെസ്, 4ഉം 7ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. 4ഉം 7ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ 0യും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ പോയിന്റ് ഉള്ളതുകൊണ്ട് ഈ 0യും സിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെ നമുക്കിവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് വന്ന് ഇവിടെ നമുക്ക് പോയിന്റും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമുക്കറിയാം ഡെസിമൽ പ്ലേസസ് ഒന്നും ഇല്ലാതെ ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ ട്രെയിലിംഗ് സീറോസ് എന്തല്ല സിഗ്നിഫിക്കൻ്റ് അല്ല. സോ നമുക്കിവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ നമ്മൾ മില്ലിമീറ്ററിലേക്ക്, ഈ സെയിം വാല്യൂവിനെ നമ്മൾ മില്ലിമീറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് നമ്മുടെ 4 മീറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്തപ്പം 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരുന്ന ആ വാല്യൂ മില്ലിമീറ്ററിലേക്ക് മാറ്റിക്കഴിയുമ്പം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് കുറഞ്ഞു അല്ലേ? അപ്പം ഇങ്ങനെ ഒരു ആംബിഗ്വിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ഏത് യൂണിറ്റിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ മെഷർ ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ മെഷേർഡ് വാല്യൂ നമ്മൾ ഏത് യൂണിറ്റിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താലും അതിലുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എപ്പോഴും സെയിം ആയിരിക്കണം. പക്ഷേ ഇങ്ങനെ നമ്മൾ വേറെ യൂണിറ്റ്സിലേക്ക് മാറ്റണ സമയത്ത് അത് ഡിഫറെൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി, ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഭവമാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ. ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഭവമാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെ അതിൻ്റെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെ നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻ ടേംസ് ഓഫ് 10ന്റെ പവറിൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതായത് നോക്കിക്കോളൂ,
ഇവിടെ നമുക്ക് 4.700 മീറ്റർ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആ ഒരു സെക്ഷൻ നമ്മുടെ ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് നോക്കിക്കഴിഞ്ഞ് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. ഒരു വാല്യൂ കിട്ടിയാൽ നമ്മൾ അതിനെ സയൻറ്റിഫിക് നൊട്ടേഷനിലേക്ക് മാറ്റുമ്പം അതിൻ്റെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിനെ നമ്മൾ ഹോൾ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് അതിപ്പം സീറോയിനേക്കാളും ചെറുതായാലും വണ്ണിനേക്കാളും ചെറിയ വാല്യൂ ആയാലും വണ്ണിനേക്കാളും വലിയ വാല്യൂ ആയാലും ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? അതിൻ്റെ ഹോൾ നമ്പർ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ എക്സാമ്പിളിൽ 4.700 ആണ് ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിനെ ഹോൾ നമ്പർ പാർട്ട് ഞാൻ ആക്കി, പിന്നെ പോയിന്റ്. അതിനുശേഷം നമുക്കുള്ള എല്ലാ നോൺ സീറോ ഡിജിറ്റ്സ് നമ്മൾ എഴുതും. എന്നിട്ട് ഇൻടു 10 പവർ എത്ര പ്രാവശ്യം ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടണത് നമ്മൾ നോക്കും. ചിലപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, ചിലപ്പോൾ 4 പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഈ വാല്യൂ കിട്ടണേ. അങ്ങനെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടണേ അതിന് നമ്മൾ പവർ ആയിട്ട് എഴുതും. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം നമുക്ക് 10 കൊണ്ട് ഒരു പ്രാവശ്യം പോലും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 4.7 × 10⁻0 മീറ്റർ. മനസ്സിലായോ? ഇനി ഈ രണ്ടാമത്തേത് നോക്കിക്കോൾ. ഇതിനെ ഞാൻ സയൻറ്റിഫിക് നൊട്ടേഷനിലേക്ക് മാറ്റുമ്പം ആദ്യത്തെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിനെ ഞാൻ 4 എന്ന് എഴുതി, പിന്നെ ഞാൻ രണ്ടാമത്തതിന് ഞാൻ പോയിന്റ് കൊടുത്തിട്ട് 7 എന്ന് എഴുതി. വേറെ നോൺ സീറോ ഡിജിറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 470 എന്നുള്ള വാല്യൂ കിട്ടണേ? ആദ്യത്തെ പ്രാവശ്യം ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് 47 എന്ന് കിട്ടും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 470 കിട്ടണേ. സോ 4.7 × 10² സെൻറ്റിമീറ്റർ. ഇനി മില്ലിമീറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴോ 4.7 × ഇവിടെയാണ് ഞാൻ പോയിന്റ് വെച്ചത്. പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3. അപ്പോൾ ഇൻറ്റു 10⁻3 മില്ലിമീറ്റർ. 3 പ്രാവശ്യം ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു മെഷർമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ നമ്മൾ എഴുതി കഴിയുമ്പം നമ്മുടെ ഈ 10 പവർ പാർട്ട് എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഈ 10 പവർ പാർട്ടിന് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. അതായത് ആ ഒരു പാർട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 10⁻2 അല്ലെങ്കിൽ 10⁻3 എന്നുള്ള ആ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യും. ആ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് തെറ്റായിരിക്കും. പക്ഷേ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൗണ്ട് ചെയ്യണ സമയത്ത് നമുക്ക് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൗണ്ട് ചെയ്യണ സമയത്ത് നമ്മൾ ഈ 10² അല്ലെങ്കിൽ 10³ അല്ലെങ്കിൽ 10⁻10 ഓർ 10⁻, ഇനിയിപ്പോൾ നെഗറ്റീവ് പവേഴ്സ് ആവാം ചില കേസസിൽ, 10⁻−12 എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ നെഗറ്റീവ് പവേഴ്സ് ഒക്കെ കിട്ടുവാണെങ്കിലും, പവർ നെഗറ്റീവ് ആയാലും പവർ പോസിറ്റീവ് ആയാലും ആ 10ൻ്റെ ആ ഒരു എക്സ്പൊണൻഷ്യൽ പാർട്ട് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? നോട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കുമ്പോൾ നോക്കിക്കോളൂ. മീറ്ററിൽ നമ്മൾ മെഷർ ചെയ്തപ്പം നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4ഉം 7ഉം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്തപ്പോഴും 4ഉം 7ഉം നമുക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണുള്ളത്. മില്ലിമീറ്ററിൽ മെഷർ ചെയ്തപ്പോഴും നമുക്ക് 4ഉം 7ഉം അങ്ങനെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഏത് യൂണിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്താലും നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ കൗണ്ട് സെയിം ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്നുള്ള ഈ ഒരു പരിപാടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വാല്യൂ കിട്ടിയാൽ, ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടിയാൽ അതിനെ എങ്ങനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ നമുക്ക് എങ്ങനെ ഒരു സയൻറ്റിഫിക് ആയിട്ട് നൊട്ടേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഒരു റൂളും കൂടെ നമുക്ക് പറയാനുണ്ട്. അതും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സയൻറ്റിഫിക് നൊട്ടേഷനിൽ നമുക്ക് 2 കേസ് ഉണ്ട്. ഒന്ന് <1, ഒന്ന് നമുക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ <1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ <1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ 2 കേസാണ് നമുക്കുള്ളത്. നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. നമ്മുടെ ഏഴാമത്തെ റൂളാണ്. അതായത് all the constants and exact values multiplied
or divided in an equation have infinite number of significant figures. Have infinite number of significant figures. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ? റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ 2 എന്ന് പറയുന്നത് ഒരു എക്സാക്റ്റ് ആയ ഒരു വാല്യൂ ആണ്. ഒരു എക്സാക്റ്റ് ആയ ഒരു വാല്യൂ ആണ്. അത് ഒരിക്കലും ഒരു മെഷേർഡ് ആയ ഒരു വാല്യൂ അല്ല, ഒരു കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് ആയ ഒരു വാല്യൂ ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? πr² ആണ്. ഇവിടെ ഈ പൈ എന്ന് പറയുന്നത് എന്താണ്? അതൊരു കോൺസ്റ്റൻ്റ് ആണ്. പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയ ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻസിൽ കോൺസ്റ്റൻ്റ് ഉണ്ട് അല്ലെങ്കിൽ എക്സാക്റ്റ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും? അതിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും. അതിൽ നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും? ഇൻഫൈനൈറ്റ്. അത് ഇക്വേഷൻസിലാണ്. ഇപ്പോൾ സിംപ്ലി നിങ്ങൾക്ക് 2 എന്ന് പറയുന്ന നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 ആണ്. സിംപ്ലി നിങ്ങൾക്ക് 2 എന്നൊരു നമ്പർ തന്നിട്ട് ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 2 ഈസ് 1. ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. പക്ഷേ ഡയമീറ്റർ ബൈ 2 അങ്ങനെ ഒരു ന്യൂമറിക്കൽ ഇക്വേഷനിൽ അത് മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിവിഷനോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനിൽ, അതായത് നമ്മുടെ ഈ ഒരു എക്സാക്റ്റ് വാല്യൂ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുവാണ്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ ആ കോൺസ്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എക്സാക്റ്റ് വാല്യൂടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ കൗണ്ട് എന്താണ്? ഇൻഫിനിറ്റി ആണ്. മനസ്സിലായല്ലോ? ഇൻഫിനിറ്റി എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ സിമ്പലാണിത്. ഇനിയിപ്പോൾ ഇതിൻ്റെ നെഗറ്റീവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? -ഇൻഫിനിറ്റി എന്ന് യൂസ് ചെയ്യും. ഒരു നമ്പർ ലൈനിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് സെൻറ്ററിൽ 0 ഉണ്ടാവും, ലെഫ്റ്റ് എക്സ്ട്രീമിൽ -ഇൻഫിനിറ്റിയും റൈറ്റ് എക്സ്ട്രീമിൽ എന്താണ്? +ഇൻഫിനിറ്റിയും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ബാക്കി ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ. 1 2 3 അപ് ടു ഇൻഫിനിറ്റി ആണ് 0യുടെ റൈറ്റ് സൈഡിൽ, 0യുടെ ലെഫ്റ്റ് സൈഡിൽ -1 -2 അപ് ടു -ഇൻഫിനിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൂള്. ഒരു ഇക്വേഷനിൽ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് വാല്യൂവോ നമ്മൾ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണ സമയത്ത് ആ എക്സാക്റ്റ് വാല്യൂ അല്ലെങ്കിൽ ആ കോൺസ്റ്റൻറ്റിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 റൂൾസ് അല്ലേ? വി ഡിസ്കസ്ഡ് 7 റൂൾസ്. നമ്മൾ 7ഓളം റൂൾസാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടിയാൽ അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു 7 റൂൾസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. റൂൾസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഒരു ക്വിക്ക് റീക്യാപ്പ് നമുക്ക് നോക്കാം. ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടിയാൽ അതിലുള്ള എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ? യെസ്. അതേപോലെ ഒരു 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. ഹോൾ നമ്പർ ആണെങ്കിൽ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല, മറിച്ച് ഡെസിമൽ നമ്പർ ആണെങ്കിൽ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 4 റൂൾസായി. 5ാമത്തെ റൂൾ എന്താണ്? ഒരു നമ്പർ 1നേക്കാളും ലെസ് ആണെങ്കിൽ, 0 പോയിന്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നമ്പർ ആണെങ്കിൽ ആ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള സീറോയും പോയിന്റിന് റൈറ്റ് സൈഡിലുള്ള സീറോസ്, ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ്സ് 1 വരെയുള്ള പോയിന്റിൽ റൈറ്റ് സൈഡിലുള്ള സീറോസും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്കൊരു വാല്യൂ നമ്മൾ ഏത് യൂണിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്താലും അതിൻ്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഈ ഒരു റൂൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യം സാറ്റിസ്ഫൈ ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ എപ്പോഴും വാല്യൂസിനെ ഏതിൽ റെപ്രസെൻറ്റ് ചെയ്യും? സയന്റിഫിക് നൊട്ടേഷനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് വാല്യൂ ഒരു ഇക്വേഷനിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റിൻ്റെ അല്ലെങ്കിൽ ആ എക്സാക്റ്റ് വാല്യൂവിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും. മനസ്സിലായല്ലോ? യെസ്.
അപ്പോൾ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷനും കൂടെ നോക്കിയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ജസ്റ്റ് നമ്മുടെ ഈ ഒരു റൂൾസ് ഒന്ന് തറവാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻ നോക്കാം. 5 6 4 8 ഒരു 4 സീറോസ് കിടക്കട്ടെ. 8.5900 600 200 0.80 200.9670 0.00 565400 8600. ഒരു 5 എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 0.100 856700. ഓക്കെ, ഒരു 6 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. നമ്മളിവിടെ 7 സിമ്പിളായ റൂൾസ് നമ്മൾ പഠിച്ചു അല്ലേ? ഈ റൂൾസ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ നമ്മുടെ റിസൾട്ട് ആൻസറുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. യെസ്, നമുക്കറിയാം ഹോൾ നമ്പറാണ്. ഹോൾ നമ്പർ ആകുമ്പോൾ ട്രെയിലിംഗ് സീറോസ് ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ആ 4 എണ്ണം പോയി. പിന്നെ നമുക്കറിയാം ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടിയാൽ അതിലുള്ള എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഈ 4 ഡിജിറ്റ്സ് മാത്രമാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ സിഗ്നിഫിക്കൻറ്റ്. സോ ആദ്യത്തെ നമ്പറിൽ നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? വി ഹാവ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഡെസിമൽ പോയിന്റ് വന്നു. സോ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്, അപ്പോൾ 2 ആയി. 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്, 4 ആയി. നമുക്കറിയാം ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടിയാൽ അതിൽ വരുന്ന എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ 1 2 3 4, അപ്പം 12 സിഗ്നിഫിക്കൻറ്റ്. ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂവിലെ എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. 3 6 നോക്കട്ടെ 8. നമുക്കിവിടെ 8 significant figures ആണുള്ളത്. 2 4 6 8. Yes, here in the second question അല്ലെങ്കിൽ second numerical value we have 8 significant figure. ഇവിടെ നോക്കിക്കോളൂ, ഡെസിമൽ ഉള്ളത് കൊണ്ട് ട്രെയിലിംഗ് സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ വി ഹാവ് 5 significant figures. അതേപോലെ ഇവിടെ അതേപോലെയാണ്, എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. 3 + 4 7 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഒരു ന്യൂമറിക്കൽ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല, ഈ സീറോസും സിഗ്നിഫിക്കൻ്റ് അല്ല അല്ലേ? യെസ്, ആദ്യത്തെ ന്യൂമറിക്കൽ വാല്യൂവിന് ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് മുമ്പുള്ള സീറോസ് ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അതിനുശേഷം വരുന്നതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. 2 ന്യൂമറിക്കൽ വാല്യൂയുടെ ഇടയ്ക്ക് വരുന്ന, അതായത് 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഈ പാർട്ടാണ് സിഗ്നിഫിക്കൻറ്റ്. 2 4 6 8 10 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഈ സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. പോയിന്റിന് ശേഷം ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് മുമ്പ് നമുക്ക് സീറോസ് ഒന്നും ഇല്ല. സോ നമ്മൾ ആ ഒരു റൂൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡബിൾ സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ ഡബിൾ സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. ബാക്കിയുള്ള എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ 2 4 6 9 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമ്മുടെ ലാസ്റ്റ് നമ്പറിലുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു നമ്പർ കിട്ടിയാൽ നമ്മൾ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് മനസ്സിലായല്ലോ. നമുക്ക് വേറൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം. 2πr പെരിമീറ്റർ = 2πr ഉണ്ട്. ഇതിൽ 2ൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? പൈയിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 2 നമുക്കറിയാം ഒരു എക്സാക്റ്റ് വാല്യൂ ആണ്. പൈ നമുക്കറിയാം ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതൊരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനിൽ നമ്മൾ ഈ 2 വാല്യൂസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. മനസ്സിലായല്ലോ? യെസ്. യെസ്, അപ്പം നെക്സ്റ്റ് കാര്യം നമുക്ക് നോക്കാം. സയൻറ്റിഫിക് നൊട്ടേഷൻ. യെസ്, ഞാൻ പറഞ്ഞു
സയൻറ്റിഫിക് നൊട്ടേഷൻ എന്തിനാണ്? നമ്മുടെ ന്യൂമറിക്കൽ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ്സ് നമ്മൾ ഏത് യൂണിറ്റിൽ റെപ്രസെൻ്റ് ചെയ്താലും അതിലുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ വേരിയേഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ. ജനറലി നമ്മൾ എന്ത് കാര്യം റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിലും, ഏത് മെഷേർഡ് വാല്യൂ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിലും നമ്മൾ അതിനെ പൊതുവേ നമ്മൾ ഏതിലാണ് നമ്മൾ എഴുതാറ്? നമ്മുടെ സയൻറ്റിഫിക് നൊട്ടേഷനിലാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പം ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും അല്ലെങ്കിൽ മാത്സിലായാലും നമ്മൾ ഒരുപാട് കോൺസ്റ്റൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കോൺസ്റ്റൻറ്റ് വാല്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്തരം വാല്യൂസ് എല്ലാം നമ്മൾ ഏത് രീതിയിലാണ് നൊട്ടേറ്റ് ചെയ്തേക്കണത്? സയൻറ്റിഫിക്കലി ആണ് നമ്മൾ എഴുതിയേക്കണത്. മനസ്സിലായോ? അപ്പോൾ ഒരു മെഷേർഡ് വാല്യൂന് നിങ്ങളുടെ എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻസിൽ ഒരു മെഷേർഡ് വാല്യൂവിനെ അവർ സയൻറ്റിഫിക്കലി നൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. നോക്കിക്കോളൂ, നമുക്ക് ഈ സയൻറ്റിഫിക് നൊട്ടേഷനിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 2 കേസ് ഉണ്ട്. ആദ്യത്തെ കേസാണ് നമുക്ക് കിട്ടുന്ന മെഷേർഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1. രണ്ടാമത്തെ കേസാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 1. ഒരു മെഷേർഡ് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്കറിയാം ആ വാല്യൂ 0യുടെയും 1ൻ്റെയും ഇൻ ബിറ്റ്വീനിലായിരിക്കും. സോ 0.something നിങ്ങൾക്ക് ഒരു മെഷേർഡ് വാല്യൂ കിട്ടുമ്പം 0.something എന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ 1 വാല്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മൾ 2 രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, ആദ്യം നമുക്ക് ഗ്രേറ്റർ ദാൻ 1 കേസ് നോക്കാം. അപ്പം നിങ്ങൾക്കൊരു വാല്യൂ കിട്ടി 9656800. നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം മെഷർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ മെഷേർഡ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഇതാണ്. അപ്പോൾ ഈ ഒരു വാല്യൂവിനെ നമ്മൾ സയൻറ്റിഫിക്കലി നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് കിട്ടിയാൽ നമ്മൾ അതിനെ സയൻറ്റിഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ്, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഹോൾ നമ്പർ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഏതാണ്? 9 ആണ്. സോ 9 ആണ് എൻ്റെ ഹോൾ നമ്പർ പാർട്ട്. അത് കഴിഞ്ഞ് ഞാൻ പോയിന്റ് വെക്കും. പോയിന്റ് വെച്ചതിന് ശേഷം ബാക്കി എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും ഞാൻ എഴുതും. 6, 5, 6, 8 ഇതൊക്കെ എൻ്റെ എന്താണ്? നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. ഇൻറ്റു 10 പവർ. നോക്കിക്കോളൂ, ഞാൻ എന്തിൻ്റെ ഇടയ്ക്കാണ് പോയിന്റ് വെച്ചത്? 9ൻ്റെയും 6ൻ്റെ ഇടയ്ക്കാണ് പോയിന്റ് വെച്ചത്. സോ നോക്കിക്കോളൂ, ഈ പോയിന്റിന് ശേഷം നമ്മുടെ ആ ഹോൾ നമ്പറിൽ എത്ര വാല്യൂ ഉണ്ട്? 1, 2, 3, 4, 5, 6. അപ്പോൾ 6 പ്രാവശ്യം നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു വാല്യൂവിൽ നിന്ന് 9.6568 എന്നുള്ള ഈ ഒരു വാല്യൂന്ന് നമ്മുടെ ഈ പെർട്ടിക്കുലർ മെഷേർഡ് വാല്യൂ നമുക്ക് കിട്ടണം. അപ്പോൾ 6 പ്രാവശ്യം 10നെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 10 പവർ 6 ആണ്. മനസ്സിലായോ? നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഈ 9.6568നെ ഒരു 10 കൊണ്ട് ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 96.568 എന്ന് കിട്ടും. ഡെസിമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലോ ഡിവിഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പോണൻസിൻ്റെ കാര്യത്തിലൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സെഷനിൽ സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ മാത്സിൻ്റെ ബേസിക്കായ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫ്രാക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രാക്ഷൻസിൽ നമുക്ക് എങ്ങനെ ഓപ്പറേഷൻസ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സ്പോണൻസ്, അതേപോലെ ഈ പറഞ്ഞ പോലെ അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡെസിമൽ നമ്പേഴ്സ്. ഇങ്ങനത്തെ ബേസിക്കായ മാത്സിലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വീക്കാണെങ്കിൽ നിങ്ങൾ ബാങ്ക് എക്സാമിനേഷനിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത അത്തരം കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ ഈ പരിപാടികളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. യെസ്, അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം എനിക്ക് 96.568 എന്ന് കിട്ടി. പിന്നെയും ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? 965.68 എന്ന് കിട്ടും. വീണ്ടും ഞാൻ 10 കൊണ്ട് ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? 9656.8 എന്ന് കിട്ടും. വീണ്ടും ഞാൻ 10 കൊണ്ട് ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? എൻ്റെ പോയിന്റ് ഇവിടെ എത്തി. സോ എനിക്ക് 96568 എന്ന് കിട്ടി. എഗെയിൻ ഒരു 10 കൊണ്ട് ചെയ്യുമ്പം ഇവിടെ ഒരു 0 വരും. വീണ്ടും ഒരു 10 കൊണ്ട് ചെയ്യുമ്പം ഒരു 0യും കൂടെ വരും. അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യമാണ് ചെയ്തത്? 2, 4, 6. അപ്പോൾ ഒരു വാല്യൂ, ഒരു ന്യൂമറിക്കൽ വാല്യൂവിന് നമ്മൾ സയൻറ്റിഫിക്കലി നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടണമെന്നുള്ളത് ഓരോ പ്രാവശ്യവും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണതിന് പകരം ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മളൊരു പോയിന്റ് വെച്ചു. ആ പോയിന്റിന് ശേഷം നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 65,
6800. 6 ഡിജിറ്റ്സ് ആണുള്ളത്. സോ 6 പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു വാല്യൂ കിട്ടുന്നത്. സോ ഇൻറ്റു 10⁻6. ചില സമയത്ത് ഇപ്പോൾ ഇതൊരു ഹോൾ നമ്പറാണ് അല്ലേ? ഇതൊരു ഹോൾ നമ്പറാണ്. ചില സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ തരും? നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പേഴ്സിൽ തന്നെ ഡെസിമൽ പാർട്ട് ഉണ്ടാവും. നോക്കിക്കോളൂ. 968.543200 ഇങ്ങനെ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഹോൾ നമ്പർ പാർട്ടും ഉണ്ട്, ഡെസിമൽ പാർട്ടും ഉണ്ട്. ഹോൾ നമ്പർ മാത്രമുള്ള വാല്യൂ കിട്ടിയാലും ഹോൾ നമ്പർ പ്ലസ് ഡെസിമൽ ഉള്ള വാല്യൂ കിട്ടിയാലും ആദ്യത്തെ കാര്യം എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് നമ്മൾ ഹോൾ നമ്പറായിട്ട് കൺസിഡർ ചെയ്യും 9. എന്നിട്ട് നമ്മൾ പോയിന്റ് വെക്കും. എന്നിട്ട് ബാക്കിയുള്ള നോൺ സീറോ ഡിജിറ്റ്സിനെ നമ്മൾ എഴുതും. ബാക്കിയുള്ള നോൺ സീറോ ഡിജിറ്റ്സിനെ നമ്മൾ എഴുതും ഇൻറ്റു 10 നേരത്തെ കേസിൽ നമുക്കുള്ള നമ്മുടെ എല്ലാ ഡിജിറ്റ്സും എന്താണ്? ആ ഒരു പർട്ടിക്കുലർ നമ്പർ ഹോൾ നമ്പർ ആയിരുന്നു. സോ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ആ ഒരു മെഷേർഡ് വാല്യൂവിൽ നമുക്ക് ഡെസിമൽ പോയിന്റ് ഇല്ല. പക്ഷേ ഈ കേസിൽ എന്താണ്? നമുക്ക് ഡെസിമൽ പോയിന്റ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഡെസിമൽ പോയിന്റ് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിക്കോളൂ. നമ്മൾ ഈ ഒരു ആൻസറിൽ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂവിനെ നമ്മൾ സയന്റിഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പം ആരുടെ ഇടയ്ക്കാണ് പോയിന്റ്? 9ന്റെയും 6ന്റെ ഇടയ്ക്കാണ് നമ്മൾ പോയിന്റ് വെച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോയിന്റിന് ശേഷം 9ന്റെയും 6ന്റെയും ഇടയ്ക്കുള്ള ഈ പോയിന്റിന് ശേഷം നമ്മുടെ ആക്ച്വൽ പോയിന്റിന് മുമ്പ്, ആക്ച്വൽ ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിന് മുമ്പ് നമ്മൾ വെച്ച പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ആണുള്ളത്. സോ 2 പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഞാൻ ആദ്യത്തെ പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 96.85432 എന്ന് കിട്ടും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 968.5432 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എൻ്റെ മെഷേർഡ് വാല്യൂ കിട്ടി. സോ 2 പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ ഹോൾ നമ്പർ ഉണ്ടെങ്കിൽ എല്ലാ നമ്പറും നമ്മൾ കൺസിഡർ ചെയ്യും. അല്ല, നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് പോയിന്റിലാണോ അല്ലെ ഏത് പ്ലേസിലാണോ നിങ്ങൾ ഏത് 2 നമ്പേഴ്സിൻ്റെ ഇടയ്ക്കാണോ നിങ്ങൾ പോയിന്റ് വെച്ചത് ആ നമ്പർ തൊട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂയിലുള്ള ആ പോയിന്റ് വരെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. 2500.9786 ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ്സ് 2.5 ആണ്. ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് 2.5 ആണ്. പിന്നെ വരുന്ന എല്ലാ വാല്യൂസും ഞാൻ എഴുതി 009786. നമുക്കറിയാം ഇടയ്ക്ക് സീറോസ് വരുമ്പോൾ നമ്മൾ അതിനെയൊക്കെ കൺസിഡർ ചെയ്യണം അല്ലേ? ലാസ്റ്റിലാണ്, ഏറ്റവും ലാസ്റ്റാണ് സീറോസ് വന്നെങ്കിൽ അതാണ് നമ്മൾ എഴുതാതെ വിടുന്നത്. ഇടയ്ക്ക് നമുക്ക് സീറോസ് വന്നാൽ അത് നമ്മൾ എഴുതും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മുടെ ആക്ച്വൽ പോയിന്റ് ഇവിടെയാണ്. 0ന്റെയും 9ന്റെയും ഇടയ്ക്കാണ് നമ്മുടെ ആക്ച്വൽ പോയിന്റ്. നമ്മൾ വെച്ച പോയിന്റ് 2ന്റെയും 5ന്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഞാൻ ഇനി പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റ്സ് തൊട്ട് കൗണ്ട് ചെയ്യുവാണ്. 1 2 3. അപ്പോൾ എന്ത് കിട്ടും? 10³ എന്ന് കിട്ടും. മനസ്സിലായോ? നിങ്ങൾക്കൊരു പക്ഷേ 2000 ഇതിനെ സയൻറ്റിഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞു. നോക്കിക്കോളൂ, ഞാൻ 2 എഴുതി. ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. ഇൻറ്റു 10 എത്ര വാല്യൂസ് ആണ്? നോക്കിക്കോളൂ. 1 ഇവിടെയാണ് ഞാൻ പോയിന്റ് വെക്കുന്നത്. പോയിന്റ് വെച്ചതിന് ശേഷം എല്ലാം സീറോസ് ആണ്. എൻഡിൽ സീറോസ് വരുമ്പം നമ്മൾ ജനറലി അതിനെ എഴുതാറില്ല. 2 നമ്പേഴ്സിൻ്റെ ഇടയ്ക്കാണ് സീറോസ് എങ്കിൽ, അത് ഡെസിമൽ പോയിന്റ്സ് ഉണ്ടായാലും ഡെസിമൽ പോയിന്റ്സ് ഇല്ലെങ്കിലും ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് സീറോസ് വരുന്നെങ്കിൽ നമ്മൾ അതിനെ എഴുതാറില്ല. ഓക്കെ, പിന്നെന്താണ്? ഹോൾ നമ്പർ ആണെങ്കിൽ, നമ്മുടെ വാല്യൂ ഹോൾ നമ്പർ ആണെങ്കിൽ എൻഡിൽ വരുന്ന സീറോസിനെ നമ്മൾ കൺസിഡർ ചെയ്യും. നമ്മുടെ വാല്യൂ ഡെസിമൽ നമ്പർ ആണെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ ഡെസിമൽ നമ്പർ ആണെങ്കിൽ എൻഡിൽ വരുന്ന സീറോസിനെ നമ്മൾ കൗണ്ട് ചെയ്യാറില്ല. കാരണം എന്താണ്? കാരണം നമ്മൾ വെക്കുന്ന പോയിന്റും നമ്മുടെ ആക്ച്വൽ പോയിന്റിൻ്റെയും ഇടയ്ക്കുള്ള ഡിജിറ്റ്സ് മാത്രമാണ് നമ്മൾ ഡെസിമൽ പോയിന്റ്സ് വരുമ്പം കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇവിടെ 3 പ്രാവശ്യം പോയിന്റിന് ശരി എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3. അപ്പോൾ 3 ഡിജിറ്റ് 3 പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 2000 കിട്ടുന്നത്. നോക്കിക്കോളൂ, 2 × 10 ചെയ്യുമ്പം എന്ത് കിട്ടും? 20 കിട്ടും. ഒരു 10 കൂടെ എന്ത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 200 കിട്ടും. ഒരു 10 കൂടെ എന്ത് ചെയ്യുമ്പോൾ കിട്ടും? ഒരു 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2000 കിട്ടും. മനസ്സിലായോ? യെസ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1ൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 3 കേസസ്. അപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ നമുക്ക് 2 കേസ് ഉണ്ട്. ഒന്ന് ഗ്രേറ്റർ ദാൻ 1, ഒന്ന് ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഹോൾ നമ്പർ തന്നിട്ടുണ്ട് 849600. ഒരു 000 ആണെന്നിരുന്നോട്ടെ. ഹോൾ നമ്പർ ആണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഹോൾ നമ്പർ ആണെങ്കിൽ നമ്മൾ ട്രെയിലിംഗ് സീറോസിനെ കൺസിഡർ ചെയ്യും. നോക്കിക്കോ, നമ്മുടെ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് ഹോൾ നമ്പർ ആണ് 496 ആണ്. ഈ ട്രെയിലിംഗ് സീറോസ് നമ്മൾ എഴുതിയില്ല. ഓക്കെ, പക്ഷേ നമ്പർ ഓഫ് എത്ര പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ പർട്ടിക്കുലർ വാല്യൂ കിട്ടണമെന്നുള്ളത് മനസ്സിലാവാൻ നമ്മൾ ഈ സീറോസും കൺസിഡർ ചെയ്യും. നോക്കിക്കോളൂ, 4 ഇവിടെ 3 ഉണ്ട്, മൊത്തം 6 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഈ പോയിന്റിന് ശേഷമുള്ള എല്ലാ ഡിജിറ്റ്സും നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ വാല്യൂ ഇങ്ങനെയാണ്. ഇവിടെ ട്രെയിലിംഗ് സീറോസ് അല്ല, നിങ്ങളുടെ വാല്യൂ ഇടയ്ക്കാണെങ്കിൽ ഇടയ്ക്ക് വരുന്ന എല്ലാ സീറോസും നമ്മൾ കൺസിഡർ ചെയ്യും. ഇടയ്ക്ക് വരുന്ന എല്ലാ സീറോസും നമ്മൾ എഴുതും 7. അപ്പോൾ ഇവിടെ എന്ത് വരും നോക്കിക്കോളൂ, എല്ലാ നമ്പറും കൗണ്ട് ചെയ്യും. 2, 4, 6, 7. 10ൻ്റെ കൂടെ 8 പോയിന്റ്, ഈ ഒരു പർട്ടിക്കുലർ വാല്യൂയുടെ കൂടെ 10 നമ്മൾ 7 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ കിട്ടണത്. മനസ്സിലായല്ലോ? ഇതാണ് ഹോൾ നമ്പർ ആയിട്ട് വരുമ്പോൾ. യെസ്, ഡെസിമൽ പ്ലേസസോട് കൂടി വരുമ്പം 79.86900 ഇങ്ങനെ ഉണ്ടെങ്കിൽ ഡെസിമൽ പ്ലേസസോട് കൂടി വരുമ്പം നമ്മൾ ഈ സീറോസിനെ കൺസിഡർ ചെയ്യാറില്ല. കാരണം നമുക്കറിയാം ഡെസിമൽ പ്ലേസസിൽ ഇങ്ങനെ ഡെസിമൽ പ്ലേസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് എഴുതി, പിന്നെ 9 എഴുതി. നമ്മുടെ ആക്ച്വൽ പോയിന്റ് ഇവിടെയാണ്. നമ്മൾ ആക്ച്വൽ പോയിന്റ് 9ൻ്റെയും 8ൻ്റെ ഇടയ്ക്കാണ്. ഈ 9ൻ്റെ 8ൻ്റെ ഇടയ്ക്കാണ്. നമ്മൾ വെച്ച പോയിന്റ് 7ൻ്റെ 9ൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ നമ്മൾ 7ന് ശേഷം ഈ പോയിന്റിന് മുമ്പ്, ആക്ച്വൽ പോയിന്റിന് മുമ്പുള്ള ഡിജിറ്റ്സ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 7.869 ഇൻറ്റു 10⁻1 അല്ലെ, ഒരു പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലെസ് ദാൻ 1 നോക്കാം. അപ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ വാല്യൂ തരുമ്പം 0.005684 ഇങ്ങനൊരു വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നെ. ഈ വാല്യൂയുടെ സയൻറ്റിഫിക് നൊട്ടേഷൻ, ഈ ഒരു വാല്യൂവിനെയാണ് സയൻറ്റിഫിക്കലി അവർ നൊട്ടേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ പറഞ്ഞ റൂൾ പോലെ ഗ്രേറ്റർ ദാൻ 1ൽ നമ്മൾ എന്താണ് ചെയ്തത്? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് നമ്മൾ ഹോൾ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇവിടെ അങ്ങനെയാണ്. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിനെ ഹോൾ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്തു 5. എന്നിട്ട് നമ്മൾ പോയിന്റ് വെച്ചു 684. ബാക്കിയുള്ള എല്ലാ ഡിജിറ്റ്സും നമ്മൾ എഴുതി. അവിടെ സീറോസ് ഉണ്ടെങ്കിൽ, ഓക്കെ, നമ്മുടെ ട്രെയിലിംഗ് സീറോസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒമിറ്റ് ചെയ്യും. അത് നമുക്ക് ആവശ്യമില്ല. ഇൻറ്റു 10 ഗ്രേറ്റർ ദാൻ 1 ആയ സമയത്ത് നമുക്ക് തന്നിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയ സമയത്ത് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് കൗണ്ട് ചെയ്തു പോയത്? നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് കൗണ്ട് ചെയ്തു പോയത് അല്ലേ. നമ്മൾ റൈറ്റ് സൈഡിലേക്കായിരുന്നു ഗ്രേറ്റർ ദാൻ 1 ആയിരുന്ന സമയത്ത്. ഓക്കെ, ഈ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്തത്. പക്ഷേ ലെസ് ദാൻ 1 ആവുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് കൗണ്ട് ചെയ്യേണ്ടത്? ലെഫ്റ്റ് ഡയറക്ഷനിലേക്കാണ് കൗണ്ട് ചെയ്യേണ്ടത്. നോക്കിക്കോളൂ, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൽ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങേണ്ടത്. നമ്മുടെ ഗ്രേറ്റർ ദാൻ 1 ആയിരുന്ന സമയത്ത് നമ്മൾ പോയിന്റ് വെച്ചതിന് ശേഷമുള്ള ഡിജിറ്റ്സ് ആണ് നമ്മൾ കൗണ്ട് ചെയ്തത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 796.86 എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് നമ്മൾ എഴുതി, അതിനുശേഷം നമ്മൾ പോയിന്റ് വെച്ചു 9686 അല്ലേ. ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ എന്താണ്? നമ്മൾ പോയിന്റ് വെച്ചതിന് ശേഷമുള്ള ഡിജിറ്റ്സ് ആണ് നമ്മൾ കൗണ്ട് ചെയ്തത്. പോയിന്റ് വെച്ചതിന് ശേഷമുള്ള ഡിജിറ്റ്സും ആക്ച്വൽ പോയിന്റിന് ഇടയ്ക്കുള്ള ഡിജിറ്റ്സും നമുക്ക് ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ, ഡെസിമൽ പ്ലേസ് ഇല്ലെങ്കിൽ പോയിന്റ് വെച്ചതിന് ശേഷമുള്ള എല്ലാ ഡിജിറ്റ്സും നമ്മൾ കൗണ്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹോൾ നമ്പർ, ഫസ്റ്റ് ഹോൾ നമ്പർ നമ്മൾ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ഉണ്ടായിരുന്നപ്പോൾ കൺസിഡർ ചെയ്തില്ല. പക്ഷേ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് തൊട്ടാണ് നമ്മുടെ കൗണ്ട് ചെയ്യുന്നത്. നോക്കിക്കോളൂ, 1, 2, 3.
അപ്പോൾ 3 ഡിജിറ്റ്സ് മുമ്പിലേക്കാണ് നമ്മൾ പോയിന്റ് വെക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ല, അതായത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ 5.684ൻ്റെ കൂടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ല നമുക്ക് ഈ വാല്യൂ കിട്ടണേ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടണത് അല്ലേ? യെസ്. അപ്പോൾ എത്ര പ്രാവശ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്? ഞാൻ ആദ്യത്തെ പ്രാവശ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 0.5684 എന്ന് എനിക്ക് കിട്ടും. രണ്ടാമത്തെ പ്രാവശ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 0.05684 എന്ന് കിട്ടും. മൂന്നാമത്തെ പ്രാവശ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 0.005684 എന്ന് കിട്ടണം. അപ്പോൾ ലെസ് ദാൻ 1 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ആക്ച്വലി അവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ല, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ നിന്ന് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ കിട്ടണം. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? 3 പ്രാവശ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 10 ക്യൂബ് അല്ലേ? നമുക്കറിയാം നമ്മുടെ എക്സ്പോണൻസിൽ ഒരു 2 റൂൾ ഉണ്ട്. എക്സ് പവർ എ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എക്സ് പവർ മൈനസ് എ അല്ലേ? അതേപോലെ 1 ഡിവൈഡഡ് ബൈ എക്സ് പവർ എ ഈസ് ഈക്വൽ ടു എക്സ് പവർ മൈനസ് എ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളാണ്, ഇൻവേഴ്സ് ലോ അല്ലേ? യെസ്. നമ്മുടെ എക്സ്പോണൻസിൽ നമുക്കറിയാം ഇങ്ങനൊരു റൂൾ ഉണ്ട്. അപ്പോൾ ഈ റൂൾ അപ്ലൈ ചെയ്ത് നമുക്കറിയാം താഴത്തെ പവർ മുകളിലേക്കോ അല്ലെങ്കിൽ മുകളിലത്തെ പവർ താഴത്തേക്കോ വരുമ്പം സൈൻ ഇൻവേഴ്സ് ആവും. അപ്പോൾ ഈ 10 ക്യൂബിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരുവാണ്. മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. എന്നിട്ട് എന്താവും? പവർ നെഗറ്റീവ് ആവും. സോ ഇൻറ്റു 10 പവർ മൈനസ് 3. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നിങ്ങളുടെ 10ൻ്റെ പവർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 വാല്യൂസ് ആയിരിക്കും. യെസ്. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ ലെസ് ദാൻ 1 ആണ്. ഇൻ ബിറ്റ്വീൻ കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ ഒരു നമ്പർ ലൈനിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പം 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കാണ് വന്നതെങ്കിൽ അവിടുത്തെ പവർ എന്തായിരിക്കും? നെഗറ്റീവ് പവർ ആയിരിക്കും. മനസ്സിലായോ? യെസ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. 0.6548 നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ്സ് നമ്മൾ പോയിന്റ് വെച്ചു 548 ഇൻറ്റു 10 പവർ. നമ്മൾ എവിടെ നിന്നാണ് കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത്? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൽ നിന്ന് ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്യും അപ് ടു ദ പോയിന്റ് വരെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ, -1. മനസ്സിലായോ? ഗ്രേറ്റർ ദാൻ 1 ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 7.69ൻ്റെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതാൻ പറഞ്ഞാൽ ഇത് ഓൾറെഡി എന്തിലാണ്? സയൻറ്റിഫിക് നൊട്ടേഷനിലാണ്. നമുക്കിതിന് എന്ത് പറയാം? 7.69 ഇൻറ്റു 10 പവർ 0 എന്ന് പറയാം. നമുക്കറിയാം a പവർ 0, എനി നമ്പർ ടു ദ പവർ 0 എന്ന് പറയുന്നത് 1 ആണ്. സോ 7.69 ഇൻറ്റു 10 പവർ 0 ചെയ്യുമ്പോൾ 1 കിട്ടും. 7.69 ഓൾറെഡി ഈ നമ്പർ എന്തിലാണ്? സയൻറ്റിഫിക് നൊട്ടേഷനിലാണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷനിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റായ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എന്താ പറയുക, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വരുമ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. യെസ്. 548 3 zeros ഉണ്ട്. 696.00746 0.005458 0.2976. ഓക്കെ. വേറൊരു എക്സാമ്പിൾ 0.7456. അങ്ങനെ ഒരു 4 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നോക്കിക്കോളും. നമുക്കറിയാം ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ്സ് 5 ആണ്. 5.48 അല്ലേ? 5.48 ഇൻറ്റു 10 പവർ, ഇവിടെ നമ്മൾ പോയിന്റ് വെക്കുമ്പം 2 5 5 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ നമ്പർ നമുക്ക് കിട്ടുക. 6.96000746 ഇൻറ്റു 10 പവർ. നോക്കിക്കോളൂ, നമ്മുടെ ആക്ച്വൽ പോയിന്റിൻ്റെയും നമ്മൾ വെക്കുന്ന പോയിന്റിൻ്റെയും ഇടയ്ക്കുള്ള ഡിജിറ്റ്സ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടി. ഇതിന് ലെസ് ദാൻ 1 ആണ്.
സോ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് ഞാൻ എഴുതി. എന്നിട്ട് ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് ഞാൻ കൗണ്ട് ചെയ്ത് തുടങ്ങി. സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് 1 2 3 4. നമുക്കറിയാം പവർ നെഗറ്റീവ് ആണ്. സോ 10 to the power -4. അഗെയിൻ ഇവിടെ 2.976 into 10 to the power ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് കൗണ്ട് ചെയ്ത് തുടങ്ങി -2. അഗെയിൻ ഇവിടെ 7.546 into ഫസ്റ്റ് നോൺ സീറോ ഞാൻ അപ് ടു പോയിന്റ് വരെയാണ് കൗണ്ട് ചെയ്യേണ്ടത് -1. മനസ്സിലായല്ലോ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന്? യെസ്.